ഞങ്ങൾ ഇന്ന് തന്നെ പോയല്ലേ. ആ സ്ഥലമൊക്കെ ചേട്ടൻ അറിയാവുന്ന സ്ഥലം അറിയോ? നല്ല പ്രതീക്ഷയിൽ തന്നെയാണ് പോയത്. ഭാരി കഷ്ടമായുള്ള സ്ഥലം. ആ സ്ഥലം പോയാലും ആരും കിട്ടുന്നില്ല. കൈ പിടിച്ചിട്ട് കൂട്ടിട്ട് ആനയുള്ള കാട്ടാണ് കഴിയുന്നില്ല. എല്ലാം ഉള്ളതാണ് ആ സ്ഥലത്തിൽ. ആർക്കും പോകാനേ പറ്റൂല. അങ്ങനത്തെ സ്ഥലമാണ്. ദൈവത്തിന്റെ കാര്യമാണ്. കിട്ടിയത് ഒരു ദൈവത്തിന്റെ ഒരു ഇതാണ്. Thank you. Actually, his plan worked out. This guy, blue shirt. Okay. And thank you, MLA. Thank you, Karnataka and Kerala. Two more days. ശരണ്യ ബേസ് ക്യാമ്പിൽ എത്തി. ആ സന്തോഷമാണ് അത്. അവരെ രക്ഷപ്പെടുത്തിയ ആൾക്കാർ പറയുകയായിരുന്നു കണ്ടെത്തിയ വഴിയും അവരെ രക്ഷപ്പെടുത്തിയ വഴികളും ഒക്കെ തന്നെ. എന്തായാലും ഈ 4 ദിവസം ഈ മലമുടിയിൽ വലിയ കാര്യമായ ആഹാരമൊന്നുമില്ലാതെ വെള്ളമില്ലാതെ കഴിഞ്ഞുകൂടാൻ ഇവർക്ക് കഴിഞ്ഞു. വളരെ ധൈര്യശാലിയാണ്. കാളിദാസൻ ദേവദത്തം ബേസ് ക്യാമ്പിൽ നിന്നും തത്സമയം ചേരുന്നു. കാളിദാസൻ, വിവരങ്ങൾ പറയൂ. അവിടെ ചെറിയൊരു റേഞ്ച് സിഗ്നലൊക്കെ പ്രശ്നമുണ്ടെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. വനമേഖലയാണ്. പറയൂ കാളിദാസൻ. തിരിച്ചു കിട്ടിയിരിക്കുന്നു. ശരണ്യ ഇവിടെ എത്തിയിരിക്കുന്നു. ബേസ് ക്യാമ്പിലേക്ക് എത്തിയിരിക്കുന്നു. ഏറെ ആഹ്ലാദപരമായ നിമിഷങ്ങളാണ്. സുഹൃത്തുക്കളൊക്കെ ഇനിയിപ്പോൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും മാധ്യമങ്ങളോടടക്കം നമ്മളോട് പ്രതികരിച്ചു. ഏറെ അവിടെ വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. ഇത്തരത്തിലുള്ള ട്രക്കിംഗ് ഒക്കെ പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ്. എന്തായാലും ഈ ട്രക്കിംഗ് ഒന്നും അങ്ങനെ നിർത്താനൊന്നും പോകുന്നില്ല എന്നുള്ളതൊക്കെ തന്നെയാണ് ശരണ്യം പറഞ്ഞത്. ഇതങ്ങനെ അങ്ങോട്ട് തുടരും. പക്ഷേ ഇങ്ങനെ ഒരു അനുഭവം വല്ലാത്തൊരു അനുഭവമാണ്. അനുഭവ സമ്പത്തുള്ള ശരണ്യയ്ക്ക് ഇതും ഒരു അനുഭവമായി. തൊട്ടടുത്ത് അരുവി പോലെയുള്ളതൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് വെള്ളത്തിനൊന്നും വലിയ തടസ്സമുണ്ടായില്ല. അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആദ്യം പ്രതീക്ഷിച്ചിരുന്ന ഒരു ഡ്രോൺ ആയിരുന്നു. അപ്പോൾ വലിയ ടെൻഷനൊന്നും ഇല്ലായിരുന്നു. ഒരു ഡ്രോണൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് വിസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെയായിരുന്നു ശരണ്യ നിന്നിരുന്നതെന്നൊക്കെ തന്നെ നമ്മളോട് പറഞ്ഞു. ഒപ്പം ഈ ഒരു അനുഭവം ഇങ്ങനെ വന്നപ്പോൾ പ്രാദേശികരായിട്ടുള്ള ദൗത്യ സംഘത്തിലെ ആളുകളാണ് അവിടെ വന്നിരുന്നത്. ശരണ്യെ കണ്ടെത്തിയത്. അപ്പോൾ ഇവിടെ MLA അടക്കം ആ ഒരു സന്തോഷം പങ്കുവച്ചു. എല്ലാവരും ഒരേപോലെ പ്രവർത്തിച്ചു. മാധ്യമങ്ങളടക്കം തന്നെ ഒരേപോലെ 24 അടക്കമുള്ള മാധ്യമങ്ങൾ ഒരേപോലെ പ്രവർത്തിച്ചു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കണ്ടെത്താനായി. വളരെ പെട്ടെന്ന് വിസിബിളായി. പെട്ടെന്ന് വിസിബിലിറ്റി കിട്ടി. ഈ രോഗം കേരളം ചർച്ച ചെയ്തു ശരണ്യ അങ്ങനെ ഈ മഞ്ഞുമ്മൽ ബോയ്സ് ഇതിനുശേഷം തടിയന്റെ മുകൾ ഗേൾ ശരണ്യ ഇപ്പോൾ തിരിച്ച് ബേസ് ക്യാമ്പിലേക്ക് എത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഈ കുടുംബങ്ങളെ കാണും, ആഹ്ലാദം പങ്കുവെക്കും. സുഹൃത്തുക്കളൊക്കെ തന്നെ സൈഡിൽ നിന്നും ആരവം മുഴക്കുന്നുണ്ടായിരുന്നു. ആശാനെ എന്ന് വിളിച്ചുള്ള ആരവം മുഴക്കുകയായിരുന്നു. അവരവരുടെ സന്തോഷം അങ്ങനെ പറഞ്ഞറിയിക്കാറുണ്ട്. ശരണ്യ വന്നു കഴിഞ്ഞിട്ട് തിരിച്ച് ഒന്ന് സംസാരിക്കാനായിട്ട് സുഹൃത്തുക്കളടക്കം തന്നെ ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. കുടുംബമടക്കം തന്നെ കാത്തു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അകത്ത് അതിൽ ശരണ്യ അവിടെയുണ്ട്. MLA ഉണ്ട്. വന്നോണ്ട് ശരണ്യ നല്ലത്. സന്തോഷത്തില്ല. എല്ലാവരും ഫോറസ്റ്റ്, പോലീസ്, നാട്ടുകാര് എല്ലാ കൊടകുകാരെല്ലാം കൊടകിൽ എല്ലാവർക്കും ഒരു കെട്ട പേരായിരുന്നു ഇത്. തടിയണ്ട മോള് പറഞ്ഞ നമ്മുടെ ഹൈയസ്റ്റ് ഒരു പീക്കാണ് തടിയണ്ട മോള് പറഞ്ഞത്. ഇതെന്ത് പറഞ്ഞാൽ ഈ തടിയണ്ട മോൾക്ക് വന്നിട്ട് ഇങ്ങനെ ആയി പറയുമ്പോൾ എല്ലാവർക്കും ഒരു ബാഡ് ന്യൂസ് ആണ്. ഇതിപ്പോ ഒരു ഹാപ്പി ന്യൂസ് വന്നു. എങ്ങനെ വൈതെറ്റി പോയി സുഖമോട് വന്നല്ലേ, അത് സന്തോഷമാണ്. ഓക്കെ. എന്തായാലും അയ്യങ്കോട്ടെ GS ശരണ്യ IT കമ്പനിയിൽ കൊച്ചിയിൽ ജോലി ചെയ്യുന്ന ശരണ്യ മടങ്ങിയെത്തി. 4 ദിവസത്തെ വനത്തിലുള്ള ജീവിതത്തിന് ശേഷം ഒരു അതിജീവിതത്തിൻ്റെ പുതിയൊരു കഥയുമായി ശരണ്യ ബേസ് ക്യാമ്പിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. വളരെ ബോൾഡായിട്ടുള്ളൊരു പെൺകുട്ടിയാണ് ശരണ്യ എന്ന് നമുക്ക് മനസ്സിലാകുന്നു. മാത്രമല്ല ഈ 4 ദിവസം വനത്തിനുള്ളിൽ കഴിഞ്ഞതിൻ്റെ ഭയമോ ഉത്കണ്ഠയോ ഒന്നും ആ മുഖത്തു നിന്ന് വായിച്ചെടുക്കാൻ കഴിയുമായിരുന്നില്ല. വളരെ ചിരിച്ച് എന്തോ ടൂർ പോയിട്ട് മടങ്ങി വരുന്ന ഒരാളെപ്പോലെ ശരണ്യ നമ്മുടെ സജീവമായ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.